എന്നാ കുറെ നേരമായി നടക്കാൻ തുടങ്ങി. ഒരു കാപ്പിയെങ്കിലും മാഞ്ചി തരുന്ന നേരം വെളുക്കുമ്പോ ഇറങ്ങിയ പരിപാടിയാണിത്. കച്ചവടം നടക്കട്ടെ, നിനക്ക് വയറ് വീക്കാൻ ഞാൻ കാപ്പി വാങ്ങി തരാം. ഇതെല്ലാം നിങ്ങൾ അങ്ങേ അറ്റം പോലും അറ്റം വരെ പറഞ്ഞോണ്ടോ ഒരു മൂഞ്ചി പരിപാടി വിശക്കണം. വല്ല മാഞ്ചി കുറച്ച് വിളി, ആൾക്കാരൊക്കെ കേക്കട്ടെ. എവിടെയെങ്കിലും ഒടിഞ്ഞു കിടക്കണ മരങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് തരും നമുക്ക്. അണ്ണാ വിളിക്കാൻ എല്ലാരും മഴപ്പരുവത്ത് വീടുകളിൽ കയറിയിരിക്കുന്നതായിരിക്കുന്നു. പിന്നെ എങ്ങനെ വിളിക്കും? കിളിച്ചുണ്ട മാമ്പഴത്തില് മോഹൻലാലും സലീം കുമാറും വിളിക്കുന്ന പോലെ മരങ്ങൾ വിൽക്കാനുണ്ടോ എന്ന് വിളി. നിനക്ക് വയറ് വീക്കാൻ ഞാൻ കാപ്പി വാങ്ങിത്തരാം. മരങ്ങൾ വിൽക്കാനുണ്ടോ? ഒടിഞ്ഞു കിടക്കണ മരങ്ങൾ കമുകൾ വിൽക്കാനുണ്ടോ? മരങ്ങൾ വിൽക്കാനുണ്ടോ? അന്നാ ഇവിടെയൊക്കെ VIP ഏരിയകളാണ്. ഇവിടെ കിടന്ന് വിളിച്ചെന്നോ ഇവിടെ കാറ്റൊന്നും അടിച്ച് കാണാം. എല്ലാ മരങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ടല്ലാണ് ഇവിടെ വീടുകൾ വെച്ചിരിക്കുന്നത്. നീ ഉറച്ച് വിളിയുടെ വിളിക്കുന്നതിനല്ലോ വേണോ? മരമില്ലാത്തടത്ത് കിടന്ന് വിളിച്ചിട്ട് എന്തും. അണ്ണാ എനിക്കൊരു ഐഡിയ അണ്ണാ, നമുക്ക് ബൈപ്പാസിൽ മുറിച്ചാലോ മരങ്ങൾ? ഇവിടെ ബൈപ്പാസില് അവിടെ എല്ലാ മരങ്ങളെയും വെട്ടി മുറിച്ച് റോഡ് ഉണ്ടാക്കി കെട്ടിക്കുന്നിടത്ത് നീ എവിടെ മരം ഉണ്ടാക്കാൻ? അതെ, ഇതിനെ അതുകൊണ്ടല്ലേ പറഞ്ഞ ഇപ്പൊ ബൈപ്പാസും ഇവിടെ എന്തിനാണ് വ്യത്യാസം? അണ്ണാ അതുകൊണ്ടാണ് ആ കടയിൽ ഒരു പഴമെങ്കിലും അടങ്ങടേ അടങ്ങ്. എന്തൊരു മരങ്ങളെല്ലാം മുറിഞ്ഞ് നടക്കാണ് അവിടെ. ഹലോ, മരമില്ലേ? ഇനി വരി. അണ്ണാ മരം വല്ലതും പിടിച്ച് നടക്കണം നിങ്ങളെ വീടിന്റെ അവിടെ മരം നിങ്ങൾ പക്ഷെ ഇന്നലെ വന്നിരുന്നെങ്കിലേ കുറച്ച് മരം ഉണ്ടായിരുന്നു. അയ്യോ, ഇന്നലെ നമ്മൾ വേറെ സ്ഥലത്തായിരുന്നു, അത് കൊടുത്തു. കച്ചവടം ഇനി എവിടെയെങ്കിലും ആരെയും പറഞ്ഞറിഞ്ഞാലേ ഉള്ളൂ. കമ്മീഷൻ തരാം. കമ്മീഷൻ കമ്മീഷന്റെ അല്ല, ഇനി എന്റെ ഒരു മരം കൊടുക്കാന്നെങ്കിൽ സൈസുള്ള മരം തന്നെ, അത്യാവശ്യം സൈസ് ഉണ്ട്. നിങ്ങൾക്ക് നഷ്ടം വരൂല. പക്ഷെ അത് ഇപ്പൊ കൊടുത്തിട്ട് നീ കാറ്റും മഴയൊക്കെ ആയണ്ടേ, അടുത്ത് വേറെ വീടുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഒരു ആഞ്ഞിന് പറ്റുമല്ലേ? നോക്കാം നോക്കാം. ഇന്നലെ നമ്മൾ മുറിച്ചോണ്ട് പോകും, വേറെ കുഴപ്പമില്ല. വണ്ടിയൊക്കെ ചെല്ലുമോ അവിടെ? വണ്ടിയൊക്കെ റോഡ് സൈഡിൽ അഥവാ ഒരു 10 അടിയൊക്കെ നടക്കുന്നത് അത്ര തന്നെ. അതിന് പൈസ കുറയും. 10 അടി നടക്കാതെ മുറിഞ്ഞ് വീഴുന്നല്ല റോഡിലെ വീഴുള്ളൂ. നിങ്ങള് അത് നിങ്ങൾക്ക് വന്ന് നോക്കുമ്പോ പറയാം. യൂണിയൻകാർ വല്ലതും ഉണ്ടാണ്? യൂണിയൻകാർ ഉണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ സംഭവം എടുക്കുവോ? നമ്മൾ ഇന്ന് തന്നെ എടുത്തോണ്ടു. എങ്കിൽ കുഴപ്പമില്ല. മഴയാണ്ടാരും വെളിയിൽ അങ്ങനെ വലുതായിട്ട് ഇറങ്ങൂല. സമയത്തിന് കാര്യം നടത്തി നിങ്ങൾക്ക് തന്നെ കൊള്ളാം. പോവാൻ നോക്കാം അങ്ങോട്ട്. അണ്ണാ ഇവിടെ കട വല്ലതും ഉണ്ടാ? കട എന്തിന്? കാപ്പ് കുടിക്കാണോ? വിശന്ന് പോയാണോ? നിങ്ങൾ ഇതുവഴിയല്ലേ വന്നത്? ഓ, ഇതുവഴി തന്നെ വന്നത്. അയ്യോ, ഇനി അവിടെ കടയുള്ളൂ. അവിടെ കടയുള്ളൂ? പക്ഷേ അയ്യോ, നിങ്ങൾക്ക് അവിടെ ഇറങ്ങി കുടിച്ചിട്ട് വന്നത്. ഇവിടെ എത്ര ദൂരം വരും? ഇവിടെ നിങ്ങൾ വന്ന ദൂരം അറിഞ്ഞൂടെ? എത്ര ദൂരം ഉണ്ടെന്ന്? ഒരു 5-6 കിലോമീറ്റർ വരും. പിന്നെ അത്ര ദൂരം ഞാൻ പോണം. അല്ല ഇവിടെ വേറെ കടയൊന്നും. ഞാൻ അപ്പോഴേ പറഞ്ഞ ഇയാളുടെ വിശന്ന്. അണ്ണാ ഈ മഴയത്തെ ഇവിടെ കാറ്റൊന്നും അടിച്ചു ഒരു സാധനം മുറിഞ്ഞു വീഴുന്നില്ല. കാറ്റ് ഇന്നലെ ഇവിടെ ഇതാണ് പറഞ്ഞത്, ഇന്നലെ മുറിച്ചോണ്ട് പോയെന്ന് പറഞ്ഞത്. ഇനി വരി, അവിടെ അങ്ങോട്ടാണ് മരം നിൽക്കുന്നത്. ഇതാണ് സാധനം. നോക്കി, നിങ്ങൾക്ക് വിലപ്പരുവൊക്കെ വെക്കുക, നിങ്ങളെ സൈസ് ഒക്കെ ഒന്ന് നോക്കി. കൊള്ളാം. അങ്ങനെ മുതലാളി കൊള്ളാം, കുഴപ്പമില്ല. സാധനമൊക്കെ ഇഷ്ടപ്പെട്ടില്ല. വിലപ്പരുവൊക്കെ ഒന്ന് പറഞ്ഞു ഒതുക്കി. പഴിഞ്ഞുണ്ടെങ്കിൽ ശരം പഴിഞ്ഞാണ് വീട്ടിൽ വിശന്ന്. മുതലാളി ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ തോന്നരുത്. എവിടെ നിന്ന് കിട്ടി ഈ ഒന്നരത്താൻ? ഇവരെ ഞാൻ കാണാൻ തുടങ്ങിയ നേരം തൊട്ട് ഞാൻ പറയുന്നത് ചാപ്പാട് ഈ വാർത്തയുടെ അടുത്ത് അടിച്ച് കാര്യം കൂടിയാണ് അവൻ്റെ അണ്ണാൻ. എന്തോന്ന് പിന്നെ മനുഷ്യരായ ഒരു എന്നെ നാണം കെടുത്താണ്. നിനക്ക് വാങ്ങിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞില്ല. നിന്റെ വാക്കേരി കൂടെ ദൂരം 60 ഇഞ്ച് കളപ്പടി ജനല് ഒരു 12 രൂപ. 12 ഗുണമാണ്. നിങ്ങളെന്താണ് ചുള്ളിക്കച്ചവടത്തിന് വന്നതാ? 20 രൂപ കുറഞ്ഞ് ഈ സാധനം കൊടുക്കുക, അറിയാമോ? 18 അപ്പൊ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു ഉപകാരം ചെയ്താണ്. ഉപകാരം 18 രൂപ പറഞ്ഞിട്ട് കൊടുക്കാത്തതാണ് കഴിഞ്ഞ ആഴ്ച വന്നിട്ട്. നിങ്ങൾ ചുള്ളി വാങ്ങിക്കാനാണോ എന്ന് ഈ പറയുന്നത്? ഞാൻ ഇന്നലെ മുറിച്ചതിന്റെ കമ്പുമാറും ഒക്കെ അവിടെ കിടക്കുന്നത്. അണ്ണാ എങ്ങ് വരി. അണ്ണാ 5-6 സ്ഥലത്ത് പോയിട്ടാണ് ഈ ഒരു സാമാനം കിട്ടി. എത്ര പറയണ്ട, ഇവിടെ മനുഷ്യൻ വിശന്ന് കൂമ്പായിരിക്കണം. ഇത് നടന്നിട്ടാണ് എനിക്ക് നല്ലത് കഴിക്കാൻ. നിങ്ങൾ ഉള്ള ന്യായമായിട്ട് വില പറയും. അവൻ കൊടുക്കാൻ വേണ്ടി തന്നെ 2 രൂപ കയറ്റി കൊടുക്കും. അവൻ ചെവിക്കുറ്റി നോക്കി അടിയും. പിന്നെ എത്ര രൂപ പറയാ? എന്നാ നിങ്ങൾ 2-3 ഒക്കെ വെച്ച് കൂട്ടി പറയാതെ ഒരു 15 രൂപ റൗണ്ടായിട്ട് അങ്ങ് പറയും. അതിലൊതുങ്ങും. ഹലോ, നിങ്ങൾ സമ്മതം ഉറപ്പിക്കാനല്ലോ വന്നേ? ഒരു പേടി വാങ്ങിക്കല്ലേ വന്നേ? എന്തോന്ന് ഇത്ര പറയാതിരിക്കണേ? പറ്റിയില്ലെങ്കിൽ പിടി, എനിക്ക് വേറെ ജോലിയുണ്ട്. കാലും പഠിക്കാതെ 15 രൂപ പറഞ്ഞല്ല അണ്ണ. നിങ്ങൾ എന്താണ് പറയണത്? 18 രൂപ പറഞ്ഞ സാധനത്തിന് 15 രൂപ പറഞ്ഞോണ്ടിരിക്കുന്നത്? ന്യായം മാറ്റി
ഇത് നീ എന്താണ് പറയണത്? നിനക്ക് നീ വെട്ടാൻ പോണോന്നല്ലേ? എന്റെ അവസ്ഥ നിങ്ങൾ പിടിക്കുന്നു രാവിലെ കച്ചവടം നിങ്ങൾ എന്താ എന്റെ മുഖം നോക്കിയെങ്കിൽ നിങ്ങൾ നിന്റെ മോത ഞാൻ തന്നെ നേരത്തെ പരിചയമുണ്ടോ അവിടെ? അതിന്റെ ഇടയിൽ കൂടി കിടന്നുണ്ട്. നിങ്ങൾ ഇന്ന് വെട്ടുമല്ലോ അല്ലേ? ഇന്ന് വെട്ടിക്കൊണ്ട് വെക്കോ? ആ അല്ല, നിങ്ങൾ ഇവിടെ കാത്തു കിടക്കാണെങ്കിൽ നാളെ വേറെ കച്ചവടക്കാരോ ഞാൻ കൊടുക്കും. ഇല്ലല്ലേ ഇപ്പൊ നിങ്ങൾ വെട്ട എടുക്കാ ചെയ്യ് പോട്ടെ. അതിനും പേര് കാര്യം ചെയ്യാൻ അണ്ണാക്കിലൂടെ എല്ലാം വാങ്ങിച്ച് കുടിക്കും. ഇത്ര പെട്ടെന്ന് ഇത് ഒതുങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല, മനസ്സിലായില്ലേ? സംഭവം മുതൽ തന്നെ 10-35,000 രൂപയ്ക്ക് വരും. നീ ഒരു കാര്യം ചെയ്യും, ഇത്രയും ഒന്ന് റെഡിയാക്കി ഞാൻ അവന്മാരെയൊക്കെ വിളിക്കട്ടെ. നിങ്ങൾ വിളിക്കുമ്പോഴേ 2 പൊറോട്ടയും ചാറ് കൂടെ മാറ്റിട്ടുണ്ടോ? അടങ്ങ്. ഹലോ, ആ ഞാൻ റോട്ടിൽ വരാം. എന്തേ പോണത് ഇവിടെ? ഈ മരം മുറിക്കാൻ പോണ്. മരം മുറിക്കാൻ? എന്തിനു മരം? ആരെ മരം? ഇതിന്റെ മുതലാളി വിറ്റത്. ഞാൻ അല്ലടെ മുതലാളി ഇതിന്റെ. നിങ്ങളായ മുതലാളി പോയി കണ്ട ഒരു ഹെൽത്ത് പയ്യനാണ് ഒന്ന് വിറ്റത് പോയത്. ഇത് എന്റെ മരമൊന്നും എന്റെ കണ്ടത്തിൽ കയറി മരം വെട്ടണത് നീ? നിങ്ങളെ കണ്ടത് ഇവിടെ അന്തസ്സായിട്ട് ഒരു പയ്യൻ വന്ന് ഇതെല്ലാം വില പേശി നമ്മളെ മുതലാളിയിൽ കൊടുത്ത് മുതലാളിയും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഏത് മുതലാളി ഏത് പയ്യൻ? നീ ആരെ കാര്യം പറയാം? ഒരു ഉണക്ക പയ്യന്നേ. എന്റെ മുതലാളി 15,000 രൂപ മാറ്റേണ്ട ആശ ഇപ്പം അങ്ങോട്ട് പെയ്യതേ ഉള്ളൂ. അവന്റെ പറയുന്നത് എന്റെ മുതലാളി എന്റെ വാളെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. വാളോ തേങ്ങയോ ഏവനെങ്കിലും എന്റെ മരത്തിൽ തൊട്ട് അവന്റെ കൈ വെട്ട് ഞാൻ. മനസ്സിലാടാ എനക്ക്? എന്നാ നിങ്ങൾ എന്നെ ചൂടായിട്ടൊന്നും കാര്യമില്ല. ഞാനാണെങ്കിൽ വേറെ ഒരു ജോലിക്കാരുണ്ട്, എന്റെ അടുത്ത് ഇത് മുറിക്കാൻ പറഞ്ഞ് ഞാൻ ഇത് മുറിക്കാൻ വേണ്ടി തയ്യാറായി നിന്നതാണ്. പിന്നെ ആളെന്ന് പറഞ്ഞാൽ നമ്മൾ റോട്ടിൽ മരങ്ങളുണ്ടാന്ന് ചോദിച്ചു വന്നപ്പോഴും പുള്ളി അവിടെ റോട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും മുതലാളിയും കൂടെ ഇങ്ങനെ കാര്യം പറഞ്ഞു, പുള്ളി പറഞ്ഞു അയാളെ വീട്ടിൽ നിൽക്കുന്ന മരമെന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളിപ്പോ നിങ്ങളെ സാമാനം എന്ന് പറഞ്ഞാൽ നമ്മളിനിപ്പോ എന്തിനാണ്? നീ വല്ലവനും കൊണ്ട് പൈസയും കൊടുത്തിട്ട് ഇവിടെ വന്ന് അവിടെ മരം വെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ കണ്ടത്തിൽ കയറി അടികൊണ്ട് ചാവും നീ ഇവിടെ കിടന്ന്. മനസ്സിലായോ? നിങ്ങൾ എന്റെ ചൂടായ ഞാനല്ല ഇത് കൊടുത്തത്, എന്റെ മുതലാളിയാണ് പൈസ കൊടുത്തത്. മുതലാളി വിളിക്കടേ നീ. പിന്നെ നിന്റെ അടുത്ത് ചൂടാവാതെ എന്റെ കണ്ടത്തിൽ കയറി മരം വെട്ടെടുത്തില്ല എനിക്ക് ചൂടാൻ പറ്റും. മുതലാളി വിളിക്കാൻ എനിക്ക് ഫോണും ഇല്ല, എനിക്ക് വയറും വെച്ചേക്കും. എന്റെ വയറോ ടയറോ എന്റെ മറ്റേ കാര്യം ഞാൻ തുറന്നു വിട്ടത്. പോടായും പോണാന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമല്ലേ? നിങ്ങൾ ചീത്ത മാത്രം വിളിച്ചു പോയാട്ടാ. പിന്നെ ചീത്ത വിളിക്കാതെ നീ വല്ലവനും പേര് പറഞ്ഞോട്ട് സാമാനം പൈസയും വാങ്ങിച്ചിട്ട് പിന്നെ എന്റെ മരം വെട്ടാൻ ഞാൻ ചീത്ത വിളിച്ചു എന്റെ വല്ലവല്ല. നിങ്ങളെ നാട്ടുകാർ തന്നെ ഒരു ഉണക്ക പയ്യൻ കാവിൽ കമ്മൽ ഇട്ടിട്ടുണ്ട്, റോട്ടി വന്നിരുന്ന് വാങ്ങിച്ച് നമ്മൾ മുതലാളി പൈസയും വാങ്ങിട്ട് പോയി. നിങ്ങൾ ചീത്ത വിളിക്കും. നിങ്ങൾ വിളിച്ചാൽ ഞാനും വിളിക്കും. എന്റെ സ്വഭാവം വെച്ചെന്ന് വ്യാപരിച്ച് നിൽക്കുകയാണ്. കാതിൽ കമ്മലിട്ട പയ്യനാ, കഴുത്തിൽ മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. എടാ അവൻ നമ്മളെ ഏരിയയിൽ നല്ല നീറ്റ് പയ്യടാ. നീ ചുമ്മാ ആവശ്യമില്ലാത്ത ആൾക്കാരെ കുറിച്ച് ഇല്ലാത്തത് പറയല്ലേ? മനസ്സിലായ? മുതലാളിയും കൂടി എന്നെ ഇവിടെ ഇട്ടെടുത്ത് അടിച്ച് നോക്കില്ല. ഇപ്പായിട്ട് അവൻ പൈസ വാങ്ങിച്ചോണ്ട് അങ്ങോട്ട് പെയ്യതേ ഉള്ളൂ. പിന്നെ അവന്റെ അടുത്ത് ചോദിക്കണമല്ല, അവൻ പൈസ ആയിട്ട് വാങ്ങില്ലെന്ന് പറയണോ എന്റെ അടുത്ത്? നിന്നെ ഇന്ന് ഞാൻ അയണി കെട്ടിട്ട് അടിക്കും. നീ എടു നിന്റെ കോടാലി കയറൊക്കെ എടുത്തോണ്ട് പെട്ടെന്നോ നീ ചോദിച്ചിട്ട് എന്നെ ഉള്ളു. വാ അണ്ണാ, നിങ്ങൾ കണ്ണി ചേരണ്ട. മഴ പെയ്യണ്ട, എന്നെ കൂടെ തന്നെ പിടിക്കണ്ട. കള്ളന്മാര് നാളെ എന്നോട് വന്നാൽ മതി. അണ്ണാ നിങ്ങൾ അണ്ണാ, എനിക്ക് അവന്റെ വീടെന്ന് പറഞ്ഞൂടാ. നീ പറഞ്ഞ ആളാണെങ്കിൽ എനിക്ക് അവന്റെ വീട് അറിയാം. നീ വാ പെട്ടെന്ന് മുതലാളി അറിയണം. നീ പറഞ്ഞ ആളെ വീട് ഇതാണ്. നീ നിന്റെ മറ്റേ മുതലാളിയുടെ നമ്പർ ഉണ്ടോ അതിന്റെ? ഇത് എനിക്ക് അറിഞ്ഞൂടാ, കാണാൻ നമ്പർ ഒന്നും നീ കാണാതെ അറിഞ്ഞൂടാ. നീ അവനെ എങ്ങനെ വിളി, നമുക്ക് ചോദിക്കാം അവൻ്റെ അടുത്ത്. റോസേ ആ രാജാ നീയാ നീ മഴ അണ്ണാ, അവൻ തന്നെ ആള്. നീ കിടന്ന് പിടയ്ക്കാതെ, ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കട്ടെ. മര്യാദക്കില്ല അവിടെ. എന്താ രാജാ? ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നു. നീ മരക്കച്ചവടം അല്ലേ നടത്തിയ? മരക്കച്ചവടം? ആരാ മരക്കച്ചവടം? എന്റെ മരം വെട്ടാൻ വേണ്ടി ഒരുത്തം കോടാലിയും വെട്ടൊക്കെ കൊണ്ടുവന്ന് വെട്ടാൻ വേണ്ടി നിൽക്കണ്ട. ഞാൻ അവിടെ കണ്ടെത്തി പോയപ്പോ ഞാൻ പറ്റുന്ന പറഞ്ഞു. നീ മറ്റേ പൈസ വാങ്ങിച്ചെന്നല്ലേ പറഞ്ഞത്? നിനക്ക് എന്താടാ മഴയും പിടിച്ച് തണുപ്പടിച്ച വല്ലതും പറഞ്ഞു കേട്ടോണ്ട് ഞാൻ തന്നെ ഇന്നലെ കണ്ടു തന്നെ. അങ്ങനെ ഒരു ഏർപ്പാടുണ്ടെന്ന് ഞാൻ ചോദിക്കില്ല മരം കൊടുക്കണോ വേണ്ടി എന്നുള്ള കാര്യം. ഇടേ കമ്മലിട്ട കഴുത്തിൽ മാലയിട്ട് മുടി കുറഞ്ഞ ഒരാളെന്നല്ലേ അവ എന്റെ അടുത്ത് പറഞ്ഞു. ഇവിടെ കമ്മലും മാലയൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പയ്യന്മാരെല്ലാവരും കമ്മലും മാല ഇട്ടുണ്ടെങ്കിലേ പുതിയ ട്രെൻഡെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കമ്മലും മാലയിട്ട് ഒരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനാണ്. ഇവിടെ നിനക്ക് സാമാന്യ ബോധം ഉണ്ടാ? ഈ അടമഴയും പിടിച്ചിടക്കുന്നത് യാവനെങ്കിലും മരത്തിൽ കയറാൻ പറ്റുമോടാ? അല്ല ഞാൻ ആലോചിക്കട്ടെ, നിനക്ക് എത്ര കോമൺ സെൻസ് ഉണ്ടടാ? അത് നിന്റെ മരം ഞാൻ വിറ്റെന്ന് പറയാം. ഇത് ഞാൻ വേറെ വെളിയുള്ളവനാണെങ്കിൽ ശരി, ഇന്ന് എന്റെ മരം വിട്ട് നാളെ എന്റെ മുഖത്ത് നോക്കാനുണ്ടേ. അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാല അടക്കണം, അതിനെ ഞാൻ വിറ്റ് വെള്ളം കുടിക്കില്ല. ഇവിടെ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇന്നും മരത്തിന്റെ പേരും പറഞ്ഞു വന്നു, നാളെ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് എന്റെ പേര് പറയും. ഇത് ശരിയാവില്ല. അവൻ നീ അവനെ വിളി, അവനോട് ചോദിച്ചോട്ടെ. വാടാ നമ്മടാ. ഡേയ് നിനക്കെന്നെ അറിയാടാ? ഞാൻ തന്നെ പൈസ വാങ്ങിച്ചാടാ? നിന്റെ സ്ഥലം എവിടെടാ? എന്റെ നിങ്ങൾ പൈസ ഒന്നും വാങ്ങിച്ചില്ല, എന്റെ മുതലാളി നിങ്ങൾ പൈസ വാങ്ങിച്ചു, അത് ഞാൻ സാക്ഷിയാണ്. മുതലാളിയാ? ആണ്ടാ എന്റെ മുതലാളി? അവന്റെ പൈസ കൊണ്ടുവന്നോ? നീ ഉണ്ടാടാ? നീ ഉണ്ടാകുന്നോ അവിടെ? മര്യാദ അനാവശ്യം പറയണല്ല. നീ മുറിക്കാൻ നിൽക്കണ ഞാൻ കണ്ടല്ലേ? നീ കണ്ടുള്ളൂ അവിടെ? എന്നെ കണ്ടില്ലല്ലോ. എന്നെ ഞാൻ കണ്ടതുമില്ല. ഉമ്മ വേറെ ഓരോരുത്തമാര് നുണയുണ്ടാക്കി ബാക്കിയുള്ള കള്ളനാക്കാൻ വേണ്ടി എന്നിട്ട് കോടാനും കയറുക.
അണ്ണാ ഇവൻ ലോക ഉടായ്പാണ് അണ്ണാ. ഇവൻ വാ തുറന്ന് കള്ളമാണ് പറഞ്ഞത്. ഇത് അവിടെ വെച്ച് നമ്മൾ ഉറപ്പായിട്ട് ഇവൻ പൈസ വാങ്ങിച്ചിട്ട് ഇവനെ നമ്പി ഈ പ്രദേശത്ത് ഇവനെ വളർത്തിയ ഇവ ഈ നാടും ഈ പരിസരം എല്ലാം മുടിപ്പിച്ച് കളയും. നിങ്ങൾ ചെവിന്നുള്ളി എന്നാ പൈസ വാങ്ങിച്ചു. പൈസ വാങ്ങിച്ചാലാ എടുത്തോണ്ട് പോടാ നിന്റെ കോടാലി കയറുമല്ല. ഇനി മേലാൽ നിന്നെ ഈ ഏരിയയിൽ കാണുമെങ്കിൽ നിന്നെ ശരിയാക്കി കളയോടെ കടിച്ച് മനസ്സിലാടാ. പോടാ പോടാ ഓ. ഞാൻ ഇപ്പൊ പോവാ. ഇവിടെ കോടതിയും പോലീസൊക്കെ ഉണ്ടല്ലോ. കോടതി പോടാ എടുത്തോണ്ട് അവന്റെ കയറും എല്ലാം കൊണ്ട് പോടാ. നീ നോക്കിക്കോ. എന്റെ മുതലാളി ആള് ചെറിയ ആളൊന്നും അല്ല.